ഭാരതത്തിൻ്റെ പ്രതിരോധ ചരിത്രത്തിലെ ഏറ്റവും നിർണായകവും വിപ്ലവകരവുമായ ഒരു ചുവടുവെപ്പിനാണ് രാജ്യം ഇപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഭാരതം സ്വന്തമായി വികസിപ്പിക്കുന്ന ആദ്യത്തെ 5ാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനമായ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് അഥവാ AMCA പദ്ധതിയുടെ നിർമ്മാണത്തിനായി കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം ഔദ്യോഗികമായി താൽപ്പര്യപത്രം അഥവാ RFP പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഇന്ത്യ സ്വന്തമായി വികസിപ്പിക്കുന്ന ആദ്യത്തെ 5ാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാനമായ AMCA പദ്ധതിയുടെ നിർമ്മാണത്തിനായി കേന്ദ്ര പ്രതിരോധ മന്ത്രാലയം ഔദ്യോഗികമായി താൽപ്പര്യപത്രം അഥവാ RFP പുറപ്പെടുവിച്ചിരിക്കുകയാണ്. എന്നാൽ ഈ വാർത്തയെ രാജ്യാന്തര തലത്തിൽ ശ്രദ്ധേയമാക്കുന്നത് മറ്റൊന്നിനുമല്ല. രാജ്യത്തെ സൈനിക വിമാന നിർമ്മാണ ചരിത്രത്തിൽ ആദ്യമായി പൊതുമേഖലാ സ്ഥാപനമായ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിനെ പൂർണ്ണമായി ഒഴിവാക്കിക്കൊണ്ട് ഈ ബൃഹത്തായ പദ്ധതിയുടെ നിർമ്മാണ ചുമതല പൂർണ്ണമായും സ്വകാര്യ മേഖലയ്ക്ക് കൈമാറുവാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു എന്നതാണ്. ഇന്ത്യയുടെ വ്യോമക്കരുത്ത് ആഗോളതലത്തിൽ മുൻപന്തിയിലെത്തിക്കാൻ ശേഷിയുള്ള തന്ത്രപ്രധാനമായ ഈ പദ്ധതിയിലേക്ക് രാജ്യത്തെ പ്രമുഖ സ്വകാര്യ കമ്പനികളെയാണ് ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെടുത്തി ക്ഷണിച്ചിരിക്കുന്നത്. പ്രതിരോധ ഉൽപ്പാദന രംഗത്ത് സ്വയം പര്യാപ്തത കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള ആത്മനിർഭർ ഭാരത് നയത്തിൻ്റെ ഏറ്റവും വലിയ പ്രതിഫലനമാണ് ഈ നീക്കം. ചരിത്രപരമായി വ്യോമസേനയ്ക്കുള്ള വിമാനങ്ങൾ നിർമ്മിച്ചു നൽകിയിരുന്ന HALനെ മാറ്റി നിർത്തിക്കൊണ്ട് സ്വകാര്യ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിലൂടെ നിശ്ചിത സമയത്തിനകം അത്യാധുനിക യുദ്ധവിമാനം കാവൽപ്പടയുടെ ഭാഗമാക്കുക എന്ന വലിയ ദൗത്യമാണ് പ്രതിരോധ മന്ത്രാലയം ലക്ഷ്യമിടുന്നത്. ഇന്ത്യൻ പ്രതിരോധ രംഗത്തെ പൊതുമേഖലാ നിർമ്മാണ വമ്പനായ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് രാജ്യത്തിൻ്റെ വ്യോമശക്തിയുടെ ചരിത്രത്തിനോടൊപ്പം സഞ്ചരിച്ച സ്ഥാപനമാണ്. ആദ്യകാല പ്രതിരോധ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ നിർണായക പങ്കുവഹിച്ച HAL രാജ്യത്തിൻ്റെ തദ്ദേശീയ സാങ്കേതിക വിദ്യയുടെ പ്രതീകമായ തേജസ് പോലുള്ള അത്യാധുനിക യുദ്ധവിമാനങ്ങളുടെ നിർമ്മാണ ചുമതലയും ഏറ്റെടുത്തു. എന്നാൽ സമീപകാലത്തായി വ്യോമസേനയ്ക്ക് ആവശ്യമായ വിമാനങ്ങൾ, പ്രത്യേകിച്ച് തേജസ് മാർക്ക് 1A പോലെയുള്ള അത്യാധുനിക പ്ലാറ്റ്ഫോമുകൾ യഥാസമയം നിർമ്മിച്ച് കൈമാറാൻ കമ്പനിക്ക് സാധിക്കുന്നില്ല എന്ന ഗൗരവമേറിയ വിമർശനം ശക്തമായി നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യയുടെ കാവൽപ്പടയായ വ്യോമസേനയുടെ സ്ക്വാഡ്രൺ കപ്പാസിറ്റി കുറയുന്ന സാഹചര്യത്തിൽ HALൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഈ കാലതാമസം രാജ്യത്തിൻ്റെ സുരക്ഷാ ക്രമീകരണങ്ങളെ പോലും ദോഷകരമായി ബാധിക്കുന്നുണ്ട്. ഒരു പൊതുമേഖലാ സ്ഥാപനം എന്ന നിലയിൽ കഴിവും സാങ്കേതിക വിദ്യയും ഉണ്ടായിരുന്നിട്ടും HALന് വിമാന നിർമ്മാണം വിചാരിച്ച വേഗതയിൽ പൂർത്തിയാക്കാൻ കഴിയാത്തതിന് പിന്നിൽ ആഗോള വിപണിയിലെ തടസ്സങ്ങൾ മുതൽ സ്ഥാപനത്തിൻ്റെ ആഭ്യന്തര നിർമ്മാണ ശൈലി വരെയുള്ള നിരവധി ഘടകങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. HALൻ്റെ വിമാന നിർമ്മാണ പ്രക്രിയ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി തന്ത്രപ്രധാനമായ പല ഘടകങ്ങൾക്കും വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നു എന്നതാണ്. തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത വിമാനമാണ് എങ്കിൽ കൂടി തേജസിൻ്റെ ഹൃദയഭാഗമായ F404 എഞ്ചിനുകൾ നിർമ്മിക്കുന്നത് അമേരിക്കൻ കമ്പനിയായ GE എയ്റോസ്പേസ് ആണ്. കോവിഡ് മഹാമാരിക്ക് ശേഷമുണ്ടായ ആഗോള വിതരണ ശൃംഖലയിലെ പ്രതിസന്ധികളും അസംസ്കൃത വസ്തുക്കളുടെ ക്ഷാമവും കാരണം അമേരിക്കൻ കമ്പനിക്ക് കൃത്യസമയത്ത് എഞ്ചിനുകൾ ഇന്ത്യയിലെത്തിക്കുവാൻ സാധിച്ചില്ല. ഇത് HALൻ്റെ അസംബ്ലി ലൈനുകളുടെ പ്രവർത്തനം മാസങ്ങളോളം നിശ്ചലമാകുന്നതിന് കാരണമായി. യുദ്ധവിമാന നിർമ്മാണത്തിൽ ഏതെങ്കിലും ഒരു പ്രധാന ഘടകത്തിൻ്റെ വിതരണം തടസ്സപ്പെട്ടാൽ പോലും മുഴുവൻ പ്രോജക്റ്റും നീണ്ടുപോകും. ഇത്തരം വിദേശ എഞ്ചിനുകളുടെയും റഡാർ ഘടകങ്ങളുടെയും ലഭ്യതക്കുറവ് HALൻ്റെ ആസൂത്രണങ്ങളെ മുഴുവൻ താളം തെറ്റിച്ചു. കമ്പനിയുടെ ഉൽപ്പാദന ശേഷിയേക്കാൾ എത്രയോ മടങ്ങാണ് നിലവിൽ അവരുടെ പക്കലുള്ള ഓർഡറുകൾ. നിലവിലെ കണക്കുകൾ പ്രകാരം HALൻ്റെ ഓർഡർ ബാക്ക്ലോഗ് അവരുടെ വാർഷിക വരുമാനത്തിൻ്റെ 8 ഇരട്ടിയോളമാണ് വരുന്നത്. ഒരേ സമയം വിവിധതരം ഹെലികോപ്റ്ററുകളുടെ നിർമ്മാണം, സുഖോയ് 30 MKI, മിറാഷ് 2000 തുടങ്ങിയ വിമാനങ്ങളുടെ നവീകരണവും അറ്റകുറ്റപ്പണികളും ഇതിനൊപ്പം തന്നെ പുതിയ തേജസ് വിമാനങ്ങളുടെ ഉൽപ്പാദനവും ഒരേ കേന്ദ്രങ്ങളിൽ തന്നെ കൈകാര്യം ചെയ്യേണ്ടി വരുന്നു. ഒരു പരിധിക്കപ്പുറം തങ്ങളുടെ ഭൗതിക സാഹചര്യങ്ങളും മനുഷ്യവിഭവ ശേഷിയും വികസിപ്പിക്കുവാൻ കമ്പനിക്ക് സാധിക്കാത്തത് ജോലിഭാരം വർദ്ധിപ്പിക്കുകയും ഉൽപ്പാദനക്ഷമത കുറയ്ക്കുകയും ചെയ്യുന്നു. ഈ അമിത ജോലിഭാരം കാരണം പുതിയ പ്രോജക്റ്റുകളിലേക്ക് ആവശ്യമായ വിഭവങ്ങൾ കൃത്യമായി വിന്യസിക്കുവാൻ HALന് കഴിയാതെ വരുന്നു. വ്യോമസേനയുടെ ആവശ്യങ്ങൾ അനുസരിച്ച് നിർമ്മാണ വേളയിൽ യുദ്ധവിമാനങ്ങളുടെ രൂപകൽപ്പനയിലും സാങ്കേതിക വിദ്യയിലും നിരന്തരം മാറ്റങ്ങൾ വരുത്തേണ്ടി വരുന്നത് മറ്റൊരു പ്രധാന കാരണമാണ്. ശത്രു രാജ്യങ്ങളുടെ വ്യോമശേഷിക്ക് മുകളിൽ നിൽക്കാൻ അത്യാധുനിക റഡാറുകളും മിസൈൽ സംവിധാനങ്ങളും കൺട്രോൾ സോഫ്റ്റ്വെയറുകളും വിമാനത്തിൽ ഉൾപ്പെടുത്താൻ വ്യോമസേന ആവശ്യപ്പെടാറുണ്ട്. രൂപകൽപ്പനയിൽ വരുത്തുന്ന ഓരോ ചെറിയ മാറ്റവും ഉൽപ്പാദന ലൈനുകൾ വീണ്ടും പുനഃക്രമീകരിക്കാൻ കമ്പനിയെ നിർബന്ധിതരാക്കുന്നു. കൂടാതെ വിമാനങ്ങളുടെ ഓരോ ഘട്ടത്തിലെയും സുരക്ഷ ഉറപ്പാക്കുന്നതിനുള്ള കടുത്ത വ്യോമ യോഗ്യതാ പരിശോധനകളും പരീക്ഷണ പറക്കലുകളും പൂർത്തിയാക്കാൻ വലിയ സമയമെടുക്കും. സുരക്ഷയിൽ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാൻ കഴിയില്ല എന്നതിനാൽ ഈ പരീക്ഷണ പ്രക്രിയകൾ സ്വാഭാവികമായും പദ്ധതിയുടെ വിതരണ തീയതികൾ നീണ്ടുപോകാൻ ഇടയാക്കുന്നു.
വർഷങ്ങളായി ഇന്ത്യൻ പ്രതിരോധ വ്യോമയാന മേഖലയിൽ HALന് ഒരു കുത്തകാവകാശം ഉണ്ടായിരുന്നു. ആഗോളതലത്തിൽ വൻകിട പ്രതിരോധ കമ്പനികൾ വിമാനത്തിന്റെ വിവിധ ഭാഗങ്ങൾ നിർമ്മിക്കാൻ വിപുലമായ സപ്ലയർ ശൃംഖലയെയും സ്വകാര്യ ഉപകരാറുകാരെയും ഉപയോഗിക്കുമ്പോൾ ഇന്ത്യയിൽ വിമാനത്തിന്റെ ചെറിയ ഭാഗങ്ങൾ മുതൽ സങ്കീർണമായ ഇലക്ട്രോണിക്സ് വരെ ഒരു പൊതുമേഖലാ സ്ഥാപനം തന്നെ നേരിട്ട് ചെയ്യേണ്ടി വന്നു. തദ്ദേശീയമായ ചെറുകിട ഇടത്തരം വ്യവസായ സ്ഥാപനങ്ങളെ വിമാന നിർമ്മാണത്തിന്റെ പ്രധാന ഘടകങ്ങളാക്കി മാറ്റുന്നതിൽ പ്രാരംഭഘട്ടത്തിൽ ഉണ്ടായ കാലതാമസം ഉൽപ്പാദന വേഗതയെ ബാധിച്ചു. ഒരു കേന്ദ്രീകൃത സംവിധാനത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ചുവപ്പ് നാടകളും ഭരണപരമായ കാലതാമസവും നിർമ്മാണത്തെ മന്ദഗതിയിലാക്കി. സാങ്കേതിക മികവും പ്രതിഭയുമുള്ള ശാസ്ത്രജ്ഞരും എഞ്ചിനീയർമാരും ഉണ്ടായിരുന്നിട്ടും വിദേശ സാങ്കേതിക വിദ്യയിലുള്ള അമിതമായ ആശ്രയത്വവും വികേന്ദ്രീകരിക്കപ്പെടാത്ത ഉൽപ്പാദന രീതിയുമാണ് HALന് കൃത്യസമയത്ത് വിമാനങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കാത്തതിൻ്റെ പ്രധാന കാരണം. ഈ പ്രതിസന്ധി തിരിച്ചറിഞ്ഞുകൊണ്ടാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ പ്രതിരോധ നിർമ്മാണ രംഗത്തേക്ക് ടാറ്റ, L&T തുടങ്ങിയ വൻകിട സ്വകാര്യ കമ്പനികളെ കൊണ്ടുവരാൻ ആരംഭിച്ചിരിക്കുന്നത്. നിലവിൽ HAL തങ്ങളുടെ ഉൽപ്പാദന ശേഷി ഇരട്ടിയാക്കുന്നതിനായി പുതിയ അസംബ്ലി ലൈനുകൾ സ്ഥാപിക്കുകയും ആഭ്യന്തര വിപണിയിൽ നിന്നുള്ള വിതരണക്കാരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എങ്കിലും ഭാവിയിലെ വൻകിട പദ്ധതികൾ സമയബന്ധിതമായി പൂർത്തിയാക്കണമെങ്കിൽ പൂർണ്ണമായും തദ്ദേശീയമായ എഞ്ചിൻ വികസനവും കൂടുതൽ കാര്യക്ഷമമായ കോർപ്പറേറ്റ് പ്രവർത്തന ശൈലിയും HAL കൈവരിക്കേണ്ടതുണ്ട്. AMCA പദ്ധതിയുടെ 5 പറക്കുന്ന പ്രോട്ടോടൈപ്പുകളും ഒരു സ്ട്രക്ചറൽ ടെസ്റ്റ് സ്പെസിമെനും നിർമ്മിക്കുന്നതിനായുള്ള മത്സരത്തിൽ നിലവിൽ 3 പ്രമുഖ സ്വകാര്യ ഗ്രൂപ്പുകളാണ് ഉള്ളത്. സ്വതന്ത്രമായ കൺസോർഷ്യമായി മത്സരിക്കുന്ന ടാറ്റ അഡ്വാൻസ് സിസ്റ്റംസ് ലിമിറ്റഡ് ആണ് ഇതിൽ ആദ്യത്തേത്. ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡുമായി സഖ്യം ചേർന്ന് L&T നയിക്കുന്ന കൺസോർഷ്യമാണ് രണ്ടാമത്തേത്. ഭാരത് ഫോർജ്, BEML എന്നിവർ ഒത്തുചേർന്ന മൂന്നാമതൊരു സഖ്യവും ഈ കരാറിനായി രംഗത്തുണ്ട്. ഭാരതത്തിൻ്റെ തന്ത്രപ്രധാനമായ ഒരു സൈനിക പദ്ധതി പൂർണ്ണമായും സ്വകാര്യ വ്യവസായ മേഖലയ്ക്ക് തുറന്നു കൊടുക്കുന്നത് ഇത് ആദ്യമായിട്ടാണ്. DRDOയുടെ കീഴിൽ ബംഗളൂരു ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എയറോനോട്ടിക്കൽ ഡെവലപ്മെൻറ്റ് ഏജൻസിയാണ് AMCA രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. മുൻപ് തേജസ് യുദ്ധവിമാനം രൂപകൽപ്പന ചെയ്തതും ഇതേ ഏജൻസി ആയിരുന്നു എങ്കിലും അതിൻ്റെ നിർമ്മാണം പൂർണ്ണമായും HALനായിരുന്നു. എന്നാൽ ഇത്തവണ ഉൽപ്പാദന ചുമതലകൾ സ്വകാര്യ മേഖലയ്ക്ക് നൽകുന്നതിലൂടെ വിപണിയിലെ മത്സരക്ഷമതയും സാങ്കേതിക മികവും ഒരേ സമയം ഉറപ്പിക്കാൻ സാധിക്കുമെന്നാണ് വിലയിരുത്തുന്നത്. ഈ ലേലത്തിൻ്റെ സാമ്പത്തിക മൂല്യനിർണ്ണയ ഘട്ടത്തിലാണ് പൊതുമേഖലാ സ്ഥാപനമായ HAL അയോഗ്യമാക്കപ്പെട്ടത് എന്നത് പ്രതിരോധ ലോകത്തെ ഞെട്ടിച്ച ഒരു വസ്തുതയാണ്. സ്ഥാപനത്തിൻ്റെ നിലവിലെ പ്രവർത്തന ശേഷിയെയും അമിതമായ ജോലിഭാരത്തെയും കുറിച്ചുള്ള ആശങ്കകളാണ് ഈ തീരുമാനത്തിന് പിന്നിലെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു. HALൻ്റെ നിലവിലെ ഓർഡർ ബാക്ക്ലോഗ് അവരുടെ വാർഷിക വരുമാനത്തിൻ്റെ 8 ഇരട്ടിയോളമാണ്. ഇതിനു പുറമെ വ്യോമസേനയ്ക്കായി നിർമ്മിക്കുന്ന തേജസ് മാർക്ക് 1A പദ്ധതിയുടെ വിതരണം വലിയ തോതിൽ വൈകിക്കൊണ്ടിരിക്കുകയാണ്. ആഗോള വിതരണ ശൃംഖലയിലെ തടസ്സങ്ങളും അമേരിക്കൻ കമ്പനിയായ GE എയറോസ്പേസിൽ നിന്നുള്ള F404 എഞ്ചിനുകളുടെ ലഭ്യത കുറവും കാരണമാണ് ഈ പദ്ധതികൾ നീണ്ടുപോകുന്നത്. ഈ സാഹചര്യത്തിൽ ഭാരതത്തിൻ്റെ ഏറ്റവും തന്ത്രപ്രധാനമായ 5ാം തലമുറ വിമാനത്തിന്റെ നിർമ്മാണം കൂടി അവരുടെ കൈകളിൽ എത്തിയാൽ അത് വീണ്ടും വൈകാൻ കാരണമാകുന്നു പ്രതിരോധ മന്ത്രാലയം വിലയിരുത്തി. ലേല വ്യവസ്ഥകളിൽ ബിഡർമാരുടെ ഓർഡർ ബുക്ക് ലോഡ് കൃത്യമായി വിലയിരുത്തണമെന്നും പ്രത്യേക നിബന്ധന ഉണ്ടായിരുന്നു. തിരഞ്ഞെടുക്കപ്പെടുന്ന പങ്കാളിക്ക് AMCA പദ്ധതിയിലേക്ക് തടസ്സങ്ങളില്ലാതെ പൂർണ്ണമായ ശ്രദ്ധയും കപ്പാസിറ്റിയും നൽകാൻ കഴിയുമെന്ന് ഉറപ്പാക്കാനാണ് ഈ വ്യവസ്ഥ ഉൾപ്പെടുന്നത്. HALനെ മാറ്റി നിർത്തുക എന്നതിലുപരി രാജ്യത്തിൻ്റെ വ്യോമശക്തിക്ക് കരുത്തു പകരാൻ പൊതുമേഖലയ്ക്ക് സമാന്തരമായി മറ്റൊരു ശക്തമായ ഉൽപ്പാദന നിര കൂടി രാജ്യത്ത് കെട്ടിപ്പടുക്കുകയാണ് സർക്കാർ ചെയ്യുന്നത്. ഈ വിമാന നിർമ്മാണ കരാറിൻ്റെ വ്യാപ്തി വളരെ വലുതാണ്. തിരഞ്ഞെടുക്കപ്പെടുന്ന കമ്പനി വിമാനത്തിൻ്റെ എയറോ സ്ട്രക്ചറുകൾ നിർമ്മിക്കുക മാത്രമല്ല ഏവിയോണിക്സ്, പ്രൊപ്പൽഷൻ, ഹൈഡ്രോളിക്, ഫ്യൂവൽ, ഇലക്ട്രിക്കൽ, ഫ്ലൈറ്റ് കൺട്രോൾ സിസ്റ്റംസ് എന്നിവ കൂട്ടിച്ചേർത്ത് സംയോജിപ്പിക്കുകയും വേണം. അതോടൊപ്പം തന്നെ ഗ്രൗണ്ട് സപ്പോർട്ട് ഇൻഫ്രാസ്ട്രക്ചറും അത്യാധുനിക പരിശോധനാ സൗകര്യങ്ങളും ഇവർ രാജ്യത്ത് സ്ഥാപിക്കേണ്ടതുണ്ട്. പർച്ചേസ് ഓർഡർ ഒപ്പിടുന്ന തീയതി മുതൽ 84 മാസങ്ങൾ, അതായത് 7 വർഷം നീണ്ടു നിൽക്കുന്ന 14 നിർബന്ധിത നാഴികക്കല്ലുകളാണ് ഈ പദ്ധതിക്കായി നിശ്ചയിച്ചിരിക്കുന്നത്. കരാർ ലഭിച്ച് 30 മാസത്തിനുള്ളിൽ ആദ്യ പ്രോട്ടോടൈപ്പിൻ്റെ നിർമ്മാണവും അതിൻ്റെ കന്നി പരിശീലന പറക്കലും പൂർത്തിയാക്കണം. 64 മാസത്തിനുള്ളിൽ 5 പ്രോട്ടോടൈപ്പുകളും ആകാശത്തേക്ക് ഉയരുകയും 84 മാസത്തോടെ 1800 ഫ്ലൈറ്റ് ടെസ്റ്റ് സോർട്ടുകൾ പൂർത്തിയാക്കുകയും ചെയ്യണം. ഈ വർഷം ജൂലൈ 27-നാണ് ബിഡ് സമർപ്പിക്കാനുള്ള അവസാന തീയതി. ലേലത്തിൽ വിജയിക്കുന്ന കമ്പനി ഔദ്യോഗിക പ്രഖ്യാപനം വന്ന് 3 മാസത്തിനകം ഈ പദ്ധതിക്കായി മാത്രം പ്രത്യേകമായി ഒരു പുതിയ കമ്പനി രജിസ്റ്റർ ചെയ്യണമെന്ന കർശന വ്യവസ്ഥയും കേന്ദ്ര സർക്കാർ മുന്നോട്ട് വച്ചിട്ടുണ്ട്. ഇന്ത്യൻ വ്യോമസേനയുടെ ആഴത്തിലുള്ള ആക്രമണങ്ങൾക്കും വ്യോമ മേധാവിത്വം ഉറപ്പിക്കുന്നതിനുമുള്ള ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി രൂപകൽപ്പന ചെയ്ത ഇരട്ട എഞ്ചിനുള്ള ഇടത്തരം ഭാരമുള്ള യുദ്ധവിമാനമാണ് AMCA. ശത്രുക്കളുടെ റഡാറുകളുടെ കണ്ണിൽപ്പെടാതെ പറക്കാൻ സഹായിക്കുന്ന ലോ ഒബ്സർവബിൾ അല്ലെങ്കിൽ സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയാണ് ഇതിലെ ഏറ്റവും വലിയ സവിശേഷത. ആയുധങ്ങൾ വിമാനത്തിന് പുറത്ത് ഘടിപ്പിക്കുന്നതിന് പകരം ഉള്ളിൽ ഒളിപ്പിച്ച് വയ്ക്കാവുന്ന ഇന്റേണൽ വെപ്പൺസ് ബേ ഇതിനുണ്ട്. ഇത് വിമാനത്തിൻ്റെ റഡാർ ക്രോസ് സെക്ഷൻ ഗണ്യമായി കുറയ്ക്കുന്നു. റഡാർ തരംഗങ്ങളെ ആഗിരണം ചെയ്യുന്ന പ്രത്യേക വസ്തുക്കൾ കൊണ്ടാണ് ഇതിൻ്റെ നിർമ്മാണം.
ആഫ്റ്റർ ബർണർ ഉപയോഗിക്കാതെ തന്നെ ശബ്ദത്തെക്കാൾ വേഗത്തിൽ ദീർഘദൂരം പറക്കാൻ സഹായിക്കുന്ന സൂപ്പർ ക്രൂയിസ് ശേഷിയും അത്യാധുനിക സെൻസർ ഫ്യൂഷൻ സംവിധാനങ്ങളും ഇതിൽ അടങ്ങിയിരിക്കുന്നു. 10 വർഷത്തെ വികസന റോഡ് മാപ്പാണ് ADA ഇതിനായി തയ്യാറാക്കിയിരിക്കുന്നത്. ആദ്യ പ്രോട്ടോടൈപ്പ് 2026 അവസാനത്തിലോ 27 തുടക്കത്തിലോ പുറത്തിറക്കാനും 2028 ആദ്യ പറക്കൽ നടത്താനും ലക്ഷ്യമിടുന്നു. തുടർന്ന് 2032 സർട്ടിഫിക്കേഷനും 2034 വ്യോമസേനയുടെ ഭാഗമാക്കാനും പദ്ധതിയുണ്ട്. പ്രാരംഭഘട്ടത്തിൽ അമേരിക്കൻ നിർമ്മിത GEF 414 എഞ്ചിനുകളാണ് ഇതിൽ ഉപയോഗിക്കുക. ഈ പദ്ധതി വിജയകരമായി പൂർത്തിയാക്കി വിമാനം സേനയുടെ ഭാഗമായി കഴിഞ്ഞാൽ സ്വന്തമായി 5ാം തലമുറ യുദ്ധവിമാനങ്ങൾ രൂപകൽപ്പന ചെയ്യാനും നിർമ്മിക്കാനും ശേഷിയുള്ള ലോകത്തിലെ വിരലിൽ എണ്ണാവുന്ന രാജ്യങ്ങളുടെ നിരയിലേക്ക് ഭാരതവും ഉയരും. നിലവിൽ അമേരിക്ക, റഷ്യ, ചൈന എന്നീ രാജ്യങ്ങൾക്ക് മാത്രമാണ് ഈ സാങ്കേതികവിദ്യ കൈമുതലായുള്ളത്. അമേരിക്കയുടെ F-35, F-22 റാപ്റ്റർ എന്നിവയാണ് ഈ രംഗത്തെ ആഗോള നിലവാരം നിശ്ചയിക്കുന്നത്. ചൈനയുടെ J-20, J-35 വിമാനങ്ങളും റഷ്യയുടെ സുഖോയ് 57 വിമാനങ്ങളും ഈ വിഭാഗത്തിൽപ്പെടുന്നവയാണ്. ഇന്ത്യ നിശ്ചയിച്ച സമയപരിധിക്കുള്ളിൽ ഈ വിമാനം നിർമ്മിക്കുകയാണെങ്കിൽ അമേരിക്കയുടെ F-35 സേനയുടെ ഭാഗമായി കൃത്യം 2 പതിറ്റാണ്ടുകൾക്ക് ശേഷമായിരിക്കും ഇന്ത്യയുടെ സ്വന്തം 5ാം തലമുറ വിമാനം ആകാശത്ത് വിസ്മയം തീർക്കുക. ഇന്ത്യൻ വ്യോമസേന നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികളിലൊന്ന് യുദ്ധവിമാനങ്ങളുടെ സ്ക്വാഡ്രൺ എണ്ണത്തിലുണ്ടാകുന്ന കുറവാണ്. രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് 42 സ്ക്വാഡ്രണുകൾ അത്യാവശ്യമാണ് എന്നിരിക്കെ നിലവിൽ ഏകദേശം 30 സ്ക്വാഡ്രണുകൾ മാത്രമാണ് സേനയ്ക്കുള്ളത്. കാലപ്പഴക്കം ചെന്ന MiG-21 വിമാനങ്ങൾ പൂർണ്ണമായും വിരമിച്ചു കഴിഞ്ഞു. നിലവിലുള്ള MiG-29, മിറാഷ് 2000 വിമാനങ്ങളും തങ്ങളുടെ പ്രവർത്തന കാലാവധിയുടെ അവസാന ഘട്ടത്തിലേക്ക് അടുക്കുകയാണ്. ഈ സാഹചര്യത്തിൽ റാഫേൽ വിമാനങ്ങൾക്കും തേജസ് Mark 1A വിമാനങ്ങൾക്കും ഒപ്പം വ്യോമസേനയുടെ ഭാവി ആക്രമണ ശക്തിയുടെ നട്ടലായി മാറേണ്ടത് AMCA തന്നെയാണ്. ഏകദേശം 7 സ്ക്വാഡ്രൺ AMCA വിമാനങ്ങൾ വാങ്ങാനാണ് വ്യോമസേന ലക്ഷ്യമിടുന്നത്. ഇതിൻ്റെ വലിയ തോതിലുള്ള ഉൽപ്പാദനം 2035 ആരംഭിക്കാനാണ് പദ്ധതി. 2024 മാർച്ചിൽ കേന്ദ്ര മന്ത്രിസഭയുടെ സുരക്ഷാ സമിതി ഈ പ്രോട്ടോടൈപ്പ് വികസന ഘട്ടത്തിനായി 15,000 കോടി രൂപ അനുവദിച്ചിരുന്നു. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പൊതു സ്വകാര്യ മേഖലകൾക്ക് തുല്യ അവസരം നൽകുന്ന AMCA എക്സിക്യൂഷൻ മോഡലിന് അംഗീകാരം നൽകിയതിന് തൊട്ട് പിന്നാലെയാണ് ഈ തുടർ നടപടി വന്നിരിക്കുന്നത്. ഇന്ത്യൻ പ്രതിരോധ സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ് വ്യക്തമാക്കിയതുപോലെ HALന് പകരക്കാരെ കണ്ടെത്തുക എന്നതല്ല ഈ നീക്കത്തിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത്. മറിച്ച് രാജ്യത്തിന് ആവശ്യമായ വ്യോമശക്തി സമയബന്ധിതമായി നിർമ്മിച്ചെടുക്കാൻ പൊതുമേഖലയ്ക്കൊപ്പം ഒരു മികച്ച സ്വകാര്യ ഉൽപ്പാദന ലൈൻ കൂടി സൃഷ്ടിക്കുക എന്നതാണ്. ഇത് വരും കാലങ്ങളിൽ പ്രതിരോധ വിപണിയിൽ ആരോഗ്യകരമായ മത്സര അന്തരീക്ഷം ഉണ്ടാക്കുകയും വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുകയും ചെയ്യും. വരാനിരിക്കുന്ന 2040കളിലെ ഇന്ത്യയുടെ ആകാശ സുരക്ഷയുടെ ആർക്കിടെക്ചർ നിർണ്ണയിക്കുന്നതിൽ AMCA പദ്ധതിക്ക് വലിയ പങ്കുണ്ട്. ലോകത്തിലെ വൻ ശക്തി രാജ്യങ്ങളെപ്പോലും പലപ്പോഴും പ്രതിസന്ധിയിലാക്കിയിട്ടുള്ള 5ാം തലമുറ യുദ്ധവിമാന നിർമ്മാണം എന്ന ഈ സങ്കീർണമായ ദൗത്യം നിർദ്ദിഷ്ട സമയത്തിനുള്ളിൽ പൂർത്തിയാക്കാൻ ഭാരതത്തിലെ സ്വകാര്യ വ്യവസായ മേഖലയ്ക്ക് സാധിക്കുമോ എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് വരും വർഷങ്ങളിൽ രാജ്യം കാണാൻ പോകുന്നത്. എങ്കിലും ഈ തന്ത്രപ്രധാന നീക്കം ഇന്ത്യൻ വ്യവസായ മേഖലയ്ക്കും സൈന്യത്തിനും ഒരുപോലെ പുതിയൊരു ഉണർവ് സമ്മാനിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്.